चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नामश्रेष्ठं मनुमपि शचिपुत्रमत्र स्वरूपं रूपं तस्याग्रजमुरुपुरीं माधुरीं गोष्ठवतीं राधाकुण्डं गिरिवरमहो राधिका माधवासां प्राप्तो यस्य प्रथितकृपया श्रीगुरुं तं नतोऽस्मि। ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ യൗവനകാല ലീലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 17ാമത്തെ അധ്യായത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. 17ാമത്തെ അധ്യായം വളരെ നീണ്ട ഒരു അധ്യായമാണ്. 336 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിൽ ഉള്ളത്. ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും ചൈതന്യ മഹാപ്രഭുവിൻ്റെ യൗവനകാലത്തിലെ അദ്ദേഹത്തിൻ്റെ ലീലകളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അതിൽ കുറേ അധികം കാര്യങ്ങളെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. പ്രധാനമായും ഗോപാലചാപ്പലൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള മഹാപ്രഭുവിൻ്റെ ആ ഒരു ലീല, പിന്നെ ശ്രീവാസ് ഠാക്കൂറിൻ്റെ ഗൃഹത്തിൽ വച്ച് നടക്കുന്ന സങ്കീർത്തനവും അതിനോടൊപ്പം ഉണ്ടായിട്ടുള്ള മഹാപ്രകാശ ലീലയെക്കുറിച്ചിട്ട് ചെറിയ ഒരു സൂചന ഈ അധ്യായത്തിലുണ്ട്. പിന്നീട് അദ്വൈതാചാര്യൻ്റെ മേൽ ഭഗവാന് കോപം വരുന്നതും മുരാരിഗുപ്തയുടെ നെറ്റിയിൽ രാമദാസൻ എന്നെഴുതുന്നതും കോലവേച്ച ശ്രീധരൻ്റെ പഴയ കലത്തിൽ നിന്നും ജലം വാങ്ങി കുടിക്കുന്നതും, അപ്രകാരം അനേകം ലീലകളെക്കുറിച്ചിട്ട് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ചാന്ദ് കാസിയുമായിട്ടുള്ള ഭഗവാന്റെ ലീല, അതിനെക്കുറിച്ചിട്ട് വളരെ ദീർഘമായ വർണ്ണന ഈ അധ്യായത്തിലുണ്ട്. അതോടുകൂടി തന്നെ അതിന് ശേഷം ശ്രീവാസാങ്കണത്തിൽ നടന്ന ലീലകളെക്കുറിച്ചിട്ടുള്ള പ്രതിപാദ്യമുണ്ട്. അതിനുശേഷം വളരെ സംക്ഷിപ്തമായി ഏത് കാരണങ്ങളെല്ലാമാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ സന്യാസത്തിൽ കലാശിച്ചത് എന്നതിനെക്കുറിച്ചിട്ടുള്ള പ്രതിപാദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം അവസാനത്തെ ശ്ലോകങ്ങളിൽ ആദിലീലയുടെ തന്നെ ഒരു സംക്ഷേപവും കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഇവിടെ മുൻവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് 17ാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. വന്ദേ സ്വൈരാദ്ഭുതേഹം തം ചൈതന്യം യത് പ്രസാദതഃ യവനൈ സുമനായന്തെ കൃഷ്ണനാമ പ്രജൽപകാഹ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് ഞാൻ എൻ്റെ നമസ്കാരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് പൂർണ്ണ സ്വതന്ത്രനാണ്. അവിടുന്നിൻ്റെ ചെയ്തികൾ എല്ലാം തന്നെ വളരെ ശക്തിമത്തായവയാണ്. ഭഗവാന്റെ കാരുണ്യം കൊണ്ടിട്ട് യവനന്മാർ പോലും ഭഗവത് നാമം ജപിക്കുന്നതിലൂടെ പരിപൂർണത നേടുന്നു എന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഇവിടെ പറയുകയാണ്. അപ്പോൾ ഈ അധ്യായത്തിൽ തന്നെയാണ് കാസിയുമായിട്ടുള്ള ലീലകളും സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ യവന എന്ന പ്രയോഗം വളരെ പ്രസക്തമാണ്. ശ്രീല പ്രഭുപാദരും ഈ പ്രയോഗത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് ഏത് കുലത്തിൽ പെട്ടവനാണെങ്കിലും
ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യശൂദ്ര എന്ന ചാതുർവർണ്ണ്യത്തിന് ശേഷം പഞ്ചമ എന്ന് വിളിക്കപ്പെടുന്ന അതിനുശേഷം വരുന്ന ഈ 4 വർണ്ണങ്ങൾക്ക് താഴോട്ടുള്ളവരെല്ലാവരെയും പഞ്ചമ എന്ന് ഒരുമിച്ച് പറയുന്നു. അതിൽ തന്നെ മ്ലേച്ഛനും യവനനും അങ്ങനെയുള്ള അനേകം താഴോട്ടുള്ള വർണ്ണങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവയിലുള്ളവർ പോലും യവന സുമനായന്തെ കൃഷ്ണനാമ പ്രജൽപകാഹ, ഇവരെല്ലാവരും തന്നെ ഈ കൃഷ്ണനാമം ഇത് ജപിക്കുന്നതിലൂടെ ഇവർക്കെല്ലാവർക്കും പരിപൂർണതയുണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി തുടങ്ങുന്നത്. വിദ്യാ സൗന്ദര്യ സദ്വേഷ സംഭോഗ നിത്യകീർത്തനൈ പ്രേമനാമ പ്രധാനൈശ്ച ഗൗരോ ദിവ്യതി യൗവനെ. ഗൗരസുന്ദര ഭഗവാന്റെ യൗവനം വളരെ ദിവ്യമാണ് എന്ന് പറയുകയാണ്. വിദ്യ സൗന്ദര്യ സദ്വേഷ, അതായത് യൗവനത്തിൽ ഭഗവാൻ തൻ്റെ വിദ്യയും പ്രദർശിപ്പിച്ചു, സൗന്ദര്യവും സദ്വേഷം, ഭഗവാൻ നല്ല വസ്ത്രമെല്ലാം ധരിച്ച് അങ്ങനെയുള്ള ഭഗവാനെ ഭഗവാന്റെ യൗവനലീലയിൽ നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല സംഭോഗ നൃത്യ കീർത്തനെ, അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് കീർത്തനം ചെയ്യുന്നതും നൃത്തം ചെയ്യുന്നതും അദ്ദേഹത്തിന് വളരെ ആസ്വാദനം നൽകിയിരുന്ന ഒന്നാണ്. പ്രേമനാമ പ്രധാനൈശ്ച, അതോടൊപ്പം തന്നെ ഭഗവത് പ്രേമം നമ്മിലെല്ലാവരിലും ജനിപ്പിക്കുന്ന ആ ദിവ്യനാമവും കൂടെ ഭഗവാൻ എല്ലാവരിലും വിതരണം ചെയ്തു. അങ്ങനെയാണ് ഗൗരോ ദിവ്യതി യൗവനെ, അതായത് ഗൗരംഗ മഹാപ്രഭു വളരെ ദിവ്യമായി ദീപ്തിമാനായി തൻ്റെ യൗവനകാല ലീലകൾ പ്രകടിപ്പിച്ചു. ഭഗവാന്റെ സൗന്ദര്യത്തെക്കുറിച്ചിട്ട് 4 ശ്ലോകങ്ങളിലായി കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വർണ്ണിക്കുന്നുണ്ട്. അതായത് എപ്രകാരമാണ് ഭഗവാന്റെ ശരീര സൗന്ദര്യം, ഭഗവാൻ ധരിച്ചിരുന്ന ആഭരണങ്ങൾ, ഭഗവാന്റെ വേഷഭൂഷാദികൾ, ഭഗവാൻ ധരിച്ചിരുന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല്യങ്ങൾ, അതുപോലെ തന്നെ ഭഗവാൻ ധരിച്ചിരുന്ന ചന്ദനം, ഇതിനെക്കുറിച്ചിട്ടെല്ലാം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഭഗവാന്റെ പാണ്ഡിത്യം, ഭഗവാന്റെ യൗവനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു ഭഗവാന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഭഗവാന്റെ പാണ്ഡിത്യമാണ്. അപ്പോൾ ഭഗവാന്റെ പാണ്ഡിത്യം കൊണ്ട് യൗവനത്തിൽ ഭഗവാന് നല്ല അഹങ്കാരവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം ആരെക്കുറിച്ചിട്ടും, അതായത് ആർക്കും ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് പഠനം, അതിനോടൊപ്പം തന്നെ അധ്യാപനം, ഇതിനോടൊപ്പം തന്നെ എല്ലാവരെയും തർക്കത്തിൽ തോൽപ്പിക്കുക, ഇതെല്ലാം ഭഗവാന്റെ യൗവന ലീലയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഭഗവാൻ ആ സമയത്തും ഭഗവത് പ്രേമത്തിൽ നിർവൃതി പൂണ്ടുകൊണ്ട് അത് ഒരു ശാരീരിക അസ്വാസ്ഥ്യം പോലെ അദ്ദേഹം അഭിനയിക്കുകയും, പക്ഷേ യഥാർത്ഥത്തിൽ അതെല്ലാം ഭഗവാന്റെ ആ ദിവ്യപ്രേമാനുഭൂതിയിൽ ഭഗവാൻ പ്രകടിപ്പിച്ച അതിദിവ്യമായ ഭാവങ്ങളാണ് എന്നും പറയുന്നു. അതിനുശേഷം മഹാപ്രഭു എപ്രകാരം ഗയയിൽ പോയി, അതായത് തൻ്റെ പിതാവിൻ്റെ ശ്രാദ്ധം കഴിച്ച് പിണ്ടദാനം നടത്തുവാനായി ഗയയിലേക്ക് ഭഗവാൻ പ്രസ്ഥാനം ചെയ്തു. ഗയയിൽ വച്ചിട്ടാണ് ഭഗവാൻ ഈശ്വരപുരിയെ കണ്ടുമുട്ടുന്നത്. ഈശ്വരപുരിയിൽ നിന്നും ഭഗവാൻ മന്ത്രദീക്ഷ സ്വീകരിക്കുന്നു. മന്ത്രദീക്ഷ സ്വീകരിച്ച ഉടൻ തന്നെ ഭഗവാനിൽ ഭഗവത് പ്രേമത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം പ്രകടമായി എന്ന് അവിടെ പറയുന്നു. ഭഗവാൻ ഗയയിൽ നിന്നും നവദ്വീപിലേക്ക് തിരിച്ചു വന്നതിന് ശേഷവും അതേ പ്രേമഭാവം ഭഗവാനിൽ പ്രകടമായിക്കൊണ്ടിരുന്നു. അതിനുശേഷം എപ്രകാരമാണ് ചൈതന്യ മഹാപ്രഭു സച്ചി മാതാവിനെ അപരാധത്തിൽ നിന്നും മോചിപ്പിച്ചത് എന്നതിനെക്കുറിച്ചിട്ട് പറയുന്നു. അതായത് സച്ചി മാതാവിന് അദ്വൈതാചാര്യൻ്റെ മേൽ കോപമുണ്ടായിരുന്നു. സച്ചി മാതാവ് ധരിച്ചിരുന്നത് തൻ്റെ ജ്യേഷ്ഠപുത്രനായ വിശ്വരൂപൻ്റെ സന്യാസത്തിന് കാരണക്കാരൻ അദ്വൈത പ്രഭുവാണെന്ന് സച്ചി മാതാവിനൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുകയും തൽഫലമായി അവർ അദ്വൈതാചാര്യനെ ശകാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു അപരാധമാണെന്ന് മഹാപ്രഭു മനസ്സിലാക്കുകയും അങ്ങനെ മഹാപ്രഭുവിൻ്റെ മഹാപ്രകാശ ലീല സമയത്ത് അദ്വൈതാചാര്യൻ മോഹാലസ്യപ്പെട്ട് വീണ ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു ശശി മാതാവിനോട് പറയും, ഇപ്പോൾ മാതാവെ അദ്വൈതാചാര്യൻ്റെ കാൽക്കൽ തൊട്ട് വണങ്ങണം എന്ന് പറഞ്ഞ് അപ്രകാരം ശശി മാതാവ് ആ അപരാധത്തിൽ നിന്നും മുക്തയായി.
അതായത് ഇതിലൂടെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി നമ്മൾ കൃഷ്ണാവബോധത്തിൽ എത്രമാത്രം നമുക്ക് ഔന്നത്യമുണ്ടായാൽ പോലും ഒരു വൈഷ്ണവനെതിരെ നമ്മൾ അപരാധം പ്രവർത്തിച്ചാൽ അത് നമ്മുടെ എത്രമാത്രം നമുക്ക് ഔന്നത്യമുണ്ടെന്നില്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ഇതിൽ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോയാലും ഒരു വൈഷ്ണവാപരാധം കൊണ്ടിട്ട് ഇതെല്ലാം ശൂന്യമായി തീരും. അതുകൊണ്ട് എല്ലാവരും ഈ വൈഷ്ണവാപരാധത്തിൽ നിന്നും എല്ലായ്പ്പോഴും ഒഴിവായി നിൽക്കണം എന്നുള്ള ഒരു സന്ദേശവും ഭഗവാൻ ഇതിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അതിനുശേഷം എപ്രകാരമാണ് ശ്രീവാസ് ഠാക്കൂറിൻ്റെ ഗൃഹത്തിൽ വെച്ചിട്ട് ഭഗവാൻ തൻ്റെ മഹാപ്രകാശം പ്രകാശിപ്പിച്ചത്. അപ്പോൾ അവിടെ ഒരു കട്ടിലിലിരുന്നു കൊണ്ട് ശ്രീവാസ് ഠാക്കൂർ ഭഗവാനെ അഭിഷേകം ചെയ്യുന്നു. അതിനുശേഷം ഭഗവാൻ തൻ്റെ ഷഡ്ഭുജ രൂപം, അതായത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരത്തിൽ മാത്രം ഭഗവാൻ പ്രദർശിപ്പിച്ച രൂപമാണ് ഷഡ്ഭുജ രൂപം. അതായത് ശ്രീരാമചന്ദ്ര ഭഗവാനും ശ്രീകൃഷ്ണനായിട്ടും ചൈതന്യ മഹാപ്രഭുവായിട്ടും. അപ്പോൾ 2 കൈകളിൽ അമ്പും വില്ലും, 2 കൈകളിൽ ഓടക്കുഴലും പശുവിനെ തെളിക്കുന്ന വടിയും, മറ്റ് 2 കൈകളിൽ ഭഗവാൻ കമണ്ഡലുവും സന്യാസദണ്ഡും. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ തൻ്റെ അനേകം ലീലകൾ കാണിക്കുന്നു. അതിനുശേഷം ഭഗവാൻ നിത്യാനന്ദ പ്രഭുവിനെ കണ്ടപ്പോൾ ബലരാമനെ ഓർമ്മ വരികയും അപ്പോൾ തന്നെ ഭഗവാൻ ബലരാമനെ പോലെയുള്ള ചേഷ്ടകളെല്ലാം പ്രകടിപ്പിച്ചു. ഒരേ സമയത്ത് കൃഷ്ണനായും ബലരാമനായും ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും ശചീദേവിയുടെ ഒരു സ്വപ്നത്തിൽ അവർക്ക് ദർശനം നൽകി. അപ്പോൾ ആ സ്വപ്നത്തിൽ ശചീദേവി കാണുകയാണ് ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും എപ്രകാരം കൊച്ചുകുട്ടികളെ പോലെ നൈവേദ്യത്തിന് വേണ്ടി വഴക്കുണ്ടാകുന്നു. അങ്ങനെയാണ് ഇത് കാണുന്നത്. അതിനോടൊപ്പം തന്നെ എപ്രകാരം ഭഗവാൻ ജഗായ് മഥായികളെ അവരെ ഉദ്ധരിച്ചു എന്നതും, ഇതെല്ലാം ഈ പറയുന്നതെല്ലാം വളരെ ഓരോ വാക്കിൽ അല്ലെങ്കിൽ ഒരു വാക്യത്തിലാണ് ഈ അധ്യായത്തിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി രേഖപ്പെടുത്തുന്നത്. കാരണം ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പിന്നീട് അദ്ദേഹം വിശദമായി നൽകുന്നതുമുണ്ട്. അതിനുശേഷം മഹാപ്രകാശലീല, അതായത് 21 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ മഹാപ്രകാശലീല ഭഗവാൻ ശ്രീവാസ് ഠാക്കൂറിൻ്റെ ഗൃഹത്തിൽ നടത്തി. അപ്പോൾ അതിൽ ഭഗവാൻ വരാഹമായിട്ട് ഉള്ള ഭാവത്തിൽ മുരാരി ഗുപ്തയുടെ തോളുകളിൽ കയറിയിരുന്ന് അദ്ദേഹം നൃത്തം ചെയ്തു. പിന്നീട് അതിനുശേഷം ശുക്ലാംബര ബ്രഹ്മചാരിക്ക് ഭഗവാൻ ഹരേർനാമ എന്ന് പറയുന്ന ആ ശ്ലോകത്തെക്കുറിച്ചിട്ട് പഠിപ്പിക്കുന്നതും ഈ അധ്യായത്തിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അതായത് ശുക്ലാംബര ബ്രഹ്മചാരി ഒരിക്കൽ ഭഗവാനെ കാണാൻ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് പാകം ചെയ്യാത്ത പച്ച അരി ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഭഗവാൻ മേടിച്ച് ഭക്ഷിച്ചു. അതിനുശേഷം ശുക്ലാംബര ബ്രഹ്മചാരിക്ക് ഭഗവാൻ ഹരേർനാമ ഹരേർനാമ ഹരേർനാമേവ കേവലം കലോ നാസ്തേവ 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 ഗതിരന്യഥ എന്ന് പറയുന്ന ശ്ലോകം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് ശുക്ലാംബര ബ്രഹ്മചാരിക്ക് ഭഗവാൻ പൂർണ്ണമായും വിശദീകരിച്ച് നൽകുന്നുണ്ട്. ഭഗവാൻ പറയുന്നു, കലികാലേ നാമരൂപേ കൃഷ്ണ അവതാര നാമഹൈത്തെ ഹയ സർവ ജഗത് നിസ്താര. അതിനുശേഷം ഭഗവാൻ പറയുകയാണ്, ഇതിൽ ഏവ, അതായത് ഹരേർനാമ 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 ഏവ എന്ന് പറഞ്ഞിട്ട് ഈ ഹരേർനാമ എന്ന വാക്ക് 3 തവണ വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഇത് സാധാരണ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട്, അതായത് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്രകാരം 3 തവണ പറഞ്ഞിരിക്കുന്നതെന്നും കേവല എന്ന് പറയുന്നതിലൂടെ ഇതിൽ ജ്ഞാനം, യോഗം, തപസ്, കർമ്മം എന്നിവയൊന്നും ഉൾപ്പെട്ടിരിക്കാൻ പാടില്ല എന്ന സൂചനയുണ്ട് എന്നും മഹാപ്രഭു പറയുകയാണ്. അതുപോലെ നാഹി വീണ്ടും പറയുന്നു, കലോ നാസ്ത്യേവ നാസ്ത്യേവ നാസ്തി ഏവ ഗതിരന്യഥ. അപ്പോൾ നാമഹൈത്തെ ഹയ സർവ ജഗത് നിസ്താര. അതായത് ഇതെല്ലാം ഇത്രയും വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരേർനാമം ഒന്ന് മാത്രമാണ് നമ്മൾ സ്വീകരിക്കേണ്ട പ്രക്രിയ.
മറ്റുള്ള പ്രക്രിയകളിലൂടെ ഇത് സംഭവിക്കുകയില്ല. എന്ത് സംഭവിക്കുകയില്ല? ഈ യുഗത്തിൽ മുക്തി എന്ന് പറയുന്നത് മറ്റുള്ള പ്രക്രിയകളിലൂടെ സംഭവിക്കുകയില്ല എന്നുള്ള ഒരു വ്യക്തമായ സൂചന ഭഗവാൻ നൽകുന്നുണ്ട്. ധാർഢ്യലാഗി ഹരേർനാമ ഉക്തിത്തീനവാര ജഡലോക ഭുജിത്തെ പുന ഏവകര കേവല ശബ്ദേ പുനരപി നിശ്ചയകരണ ജ്ഞാനയോഗ തപകർമ്മ ആദി നിവാരണ. അതായത് കേവല എന്ന ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അത് തീരുമാനമായി പറയുകയാണ്. എന്താണ്? ജ്ഞാനം, യോഗം, തപ, കർമ്മ എന്നിവ അതിലൂടെ ഈ കലിയുഗത്തിൽ നിവാരണം ഉണ്ടാവുകയില്ല എന്നതിനെയാണത് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം മഹാപ്രഭു തൃണാദപി സുനീചേന എന്ന ആ ശ്ലോകത്തിൻ്റെയും വിശദമായ വിവരണം നൽകുകയാണ്. സുനീചത്വ എന്ന ആ വാക്ക് അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു പുൽനാമ്പിനേക്കാൾ കൂടുതൽ നീചത്വം എന്ന് വെച്ചാൽ ഒരു പുൽനാമ്പിനേക്കാൾ കൂടുതൽ ഒരു ഭക്തന് വിനമ്രത ഉണ്ടായിരിക്കണം. അമാനിത്വ എന്ന് പറയുമ്പോൾ ഒരു നിരഭിമാനി എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ ആരും ബഹുമാനിക്കണം എന്നുള്ള യാതൊരാഗ്രഹവും ഉണ്ടാകാതിരിക്കുക. ഇതെല്ലാം വളരെ വളരെ ഉത്തമമായ ഏറ്റവും ഉന്നതമായിട്ടുള്ള തത്വങ്ങളാണ്. ഈ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങളിൽ ഒറ്റ ശ്ലോകത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന അത്രയും തത്വം നമുക്ക് ഒരു വർഷം മുഴുവൻ എടുത്താലും പൂർണ്ണമായും പഠിക്കാൻ കഴിയാത്ത അത്രയും ഗാഠമായിട്ടുള്ള തത്വങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അമാനിത്വ, മാനത, അതായത് മറ്റുള്ളവർക്ക് എല്ലാവിധത്തിലുള്ള ബഹുമാനങ്ങളും നൽകിക്കൊണ്ട്. അടുത്തതായി മഹാപ്രഭു പറയുന്നത് സഹിഷ്ണുത്വം. സഹിഷ്ണുത്വം എന്ന് പറഞ്ഞാൽ ഒരു മരത്തിനെ പോലെ തരോറിവ സഹിഷ്ണുന എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു മരത്തെ പോലെ ഒരുവന് സഹിഷ്ണുത ഉണ്ടാകണം എന്നാണ്. അതായത് മരത്തെ നമ്മൾ വെട്ടിയാൽ മരം പരാതി പറയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരു വൈഷ്ണവനെ ആരെങ്കിലും ശകാരിക്കുകയാണെങ്കിലും ആരെങ്കിലും അപമാനിക്കുകയാണെങ്കിലും അതിന് മറുപടിയായ വൈഷ്ണവനൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇതിലൂടെ മഹാപ്രഭു അർത്ഥമാക്കുന്നത്. ഭർത്സന താടനെ കാക്കെ കിച്ചുനഹി ബലിബേ. അതായത് ഇനി ഒരാൾ നമ്മളെ ശകാരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ അപമാനിക്കുകയാണ്, നമ്മുടെ അടുത്ത് വളരെ രൂക്ഷമായി സംസാരിച്ചാലും കാക്കെ കിച്ചു നഹി ബലിബെ, അതിന് മറുപടിയായി ഒന്നും പറയാതിരിക്കുക. ഇതാണ് സഹിഷ്ണുത്വം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു മരം, അതിന് വെള്ളം കിട്ടാതെ അത് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഈ മരം ആരോടും എനിക്കല്പം വെള്ളം തരുമോ എന്ന് ചോദിക്കുകയില്ല. അതുപോലെ തന്നെ ഒരു വൈഷ്ണവനും പരമാവധി ഒരാളുടെ അടുത്ത് നിന്നും ഒന്നും ആവശ്യപ്പെടരുത് എന്നാണ് അതിൻ്റെ സൂചന. അതായത് ആരെങ്കിലും ആവശ്യപ്പെടാതെ ആരെങ്കിലും എന്തെങ്കിലും നൽകുകയാണെങ്കിൽ അത് സ്വീകരിക്കുകയും, ഇനിയിപ്പോൾ ഒന്നും തന്നെ ലഭിച്ചില്ലെങ്കിലും എന്താണോ ഉള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നതും ഈ സഹിഷ്ണുത എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് മഹാപ്രഭു ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ കീർത്തനീയ സദാഹരി എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും ഭഗവാന്റെ നാമത്തെ പ്രകീർത്തിച്ചു കൊണ്ടേയിരിക്കുക. അതിനോടൊപ്പം തന്നെ എന്താണോ സുലഭമായിട്ട് ലഭിക്കുന്നത് അതുകൊണ്ട് മാത്രം തൃപ്തിയായിരിക്കുക. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭക്തിയുത സേവനത്തെ നിഷ്ഠയോടുകൂടി നിലനിർത്തുവാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത് എന്ന് മഹാപ്രഭു ആ ശ്ലോകത്തെ ഇവിടെ ഈ അധ്യായത്തിൽ അങ്ങനെയുള്ള ഒരു വിശദീകരണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഏതൊരു വ്യക്തിയും ഹരേ കൃഷ്ണ മഹാമന്ത്രം വളരെ ഗൗരവത്തോടുകൂടി നിഷ്ഠയോടുകൂടി ജപിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സഹിഷ്ണുത്വവും മറ്റുള്ള എല്ലാ ഗുണങ്ങളും ആ വൈഷ്ണവനിൽ വന്നു ചേരും എന്നും പറയുന്നു. ഇതിനോടൊപ്പം തന്നെ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഇതുകൊണ്ട് തന്നെ കൃഷ്ണാവബോധത്തിൽ നേതൃസ്ഥാനങ്ങൾ വഹിക്കുന്നവർ, ഗുരു ഉൾപ്പെടെയുള്ള സ്ഥാനം വഹിക്കുന്ന ആരും തന്നെ അനാവശ്യമായിട്ട് ഒരിക്കലും ഈ പ്രൗഢി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരു വലിയ ആളാണ് എന്ന ചിന്ത ഒരിക്കലും ഉണ്ടാകരുത് എന്നും കൂടെ പ്രഭുപാദർ ഇവിടെ എടുത്തു പറയുന്നുണ്ട്.
അതിനോടൊപ്പം തന്നെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഈ ശ്ലോകമാണ് എല്ലാവരും ധരിക്കേണ്ടത് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഊർധ്വബഹു കരിക്കഹോ സുനസർവലോക നാമസൂത്രേ ഗ്രന്ഥിപ്പാര കണ്ഠേ ഈ ശ്ലോക. ഈ ഒരു ശ്ലോകമാണ് നമ്മൾ ഒരു കഴുത്തിൽ ഒരു മാലയായി ഈ ശ്ലോകത്തെ നമ്മളെല്ലാവരും ധരിക്കണം എന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു. കാരണം അതിലൂടെ മാത്രമേ ഈ ശ്ലോകത്തിൽ നൽകിയിട്ടുള്ള തത്വങ്ങളിലൂടെയാണ് ഒരുവന് ശ്രീകൃഷ്ണ ചരണം പ്രാപ്യമാകുന്നത് എന്ന് കൃഷ്ണദാസ കവിരാജ് ഗോസ്വാമി പറയുന്നു. കാരണം നമ്മൾ നാമാഭാസത്തിലും നാമാപരാധത്തിലും നാമം ജപിക്കുന്നത് കൊണ്ടിട്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ പരിപൂർണമായിട്ടുള്ള കൃഷ്ണപ്രേമത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ തൃണാദപി സുനീചേന തരോറിവ സഹിഷ്ണുന അമാനീന മാനദേന, ഇതോടൊപ്പമുള്ള കീർത്തനീയ സദാഹരിയാണ് യഥാർത്ഥത്തിൽ നമ്മളെ കൃഷ്ണപ്രേമത്തിൻ്റെ തലത്തിൽ കൊണ്ട് എത്തിക്കുക. അതുകൊണ്ടാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നത്, ഈ ഒരു ശ്ലോകത്തെയാണ് നമ്മൾ എപ്രകാരം എത്ര കാര്യമായിട്ട് നമ്മൾ തുളസിമാല കണ്ഠത്തിൽ ധരിക്കുന്നുവോ അതിനേക്കാൾ കൂടുതൽ കാര്യമായി അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവത്തോടു കൂടി നമ്മൾ ധരിക്കേണ്ട മാല എന്താണെന്ന് ചോദിച്ചാൽ തൃണാദപി സുനീചേന തരോറിവ സഹിഷ്ണുന അമാനീന മാനദേന കീർത്തനീയ സദാഹരി എന്ന ശ്ലോകത്തെ വേണം നമ്മൾ മാലയായി ധരിക്കുവാനായി. ഇതിനുശേഷം ഗോപാലചാപ്പലൻ എന്ന് പറയുന്ന ബ്രാഹ്മണനുമായിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു ഒരു വർഷക്കാലം ശ്രീവാസാങ്കണത്തിൽ ദിവസവും നിത്യേന രാത്രി അവിടെ സങ്കീർത്തനം ചെയ്യുമായിരുന്നു. പക്ഷേ സങ്കീർത്തനത്തോട് ഈർഷ്യയുണ്ടായിരുന്ന ആരെയും അവിടെ പ്രവേശിപ്പിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് കതകുകൾ അടച്ചിട്ട്, അതായത് ആർക്കും പ്രവേശനമില്ലാതെയാണ് ഇവർ ഈ സങ്കീർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെയുള്ള ഇതിൽ വിശ്വാസമില്ലാത്ത ആളുകൾ പ്രധാനിയായിരുന്ന ഗോപാലചാപ്പലൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ, അതായത് വളരെ പരുഷമായ വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെല്ലാം ശകാരിക്കുന്ന അങ്ങനെയുള്ള സ്വഭാവത്തോടുകൂടിയ ഈ വ്യക്തി വന്നിട്ട് ശ്രീവാസ് ഠാക്കൂറിൻ്റെ വീട്ടുപടിക്കൽ ദേവീ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ചെമ്പരത്തിപ്പൂവ്, അതുപോലെ രക്തചന്ദനം, മഞ്ഞൾ, കുങ്കുമം എന്നിവയും കുറച്ച് അക്ഷതയ്ക്ക് ഉപയോഗിക്കുന്ന അരി എന്നിവയെല്ലാം ചേർത്ത് വയ്ക്കുകയും അതിനോടൊപ്പം തന്നെ ഒരു കുപ്പി മദ്യവും അവിടെ വച്ചു. അതായത് പൊതുവെ ചണ്ഡികാ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളെല്ലാം ശ്രീവാസ് ഠാക്കൂറിൻ്റെ മുറ്റത്ത് പടിയിൽ കൊണ്ട് വയ്ക്കുകയും എന്നിട്ട് അടുത്ത ദിവസം അവിടെയുള്ള മറ്റ് ബ്രാഹ്മണരെല്ലാവരും വന്ന് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം മുന്നിൽ ശ്രീവാസ് ഠാക്കൂറിനൊരു ചീത്തപ്പേരുണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇയാളുടെ ഉദ്ദേശം. കാരണം ശാക്തരും ആ സമയത്ത് സമൂഹത്തിൽ ഈ വൈഷ്ണവരും ശാക്തരും തമ്മിൽ വളരെ കാര്യമായ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. കാരണം ശാക്തർ ദേവിയുടെ പേര് പറഞ്ഞ് ഇപ്രകാരത്തിലുള്ള വളരെ ഹീനമായ പ്രവൃത്തികളെല്ലാം ഏർപ്പെടുമായിരുന്നു. ചണ്ഡികയ്ക്കാണ് നിവേദ്യം എന്ന് പറഞ്ഞ് മാംസവും മദ്യവുമെല്ലാം അവർ സേവിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കപടനാട്യക്കാരനാണ് ശ്രീവാസ് ഠാക്കൂർ എന്ന് പറയുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ ധരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഗോപാലചാപ്പലൻ ഇങ്ങനെയുള്ള ഒരു ദുഷ്കാര്യം ചെയ്തത്. അടുത്ത ദിവസം അവരെല്ലാം വന്ന് നോക്കിയപ്പോൾ ശ്രീവാസ് ഠാക്കൂർ അവരോടെല്ലാം മന്ദഹസിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്നും രാത്രി ഭവാനിയെ ആരാധിക്കുന്നു, അതുകൊണ്ടാണ് ഇതെല്ലാം നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ചുറ്റും നിന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇത് തീർച്ചയായിട്ടും ആരോ ചെയ്തിരിക്കുന്നതാണ്. ശ്രീവാസ് ഠാക്കൂറിനെ കുറിച്ച് അവർക്കെല്ലാം നല്ല ധാരണയുണ്ടായിരുന്നു കൊണ്ടിട്ട് അവരുടൻ തന്നെ ഒരു തൂപ്പുകാരനെ വരാൻ പറഞ്ഞ് അതെല്ലാം അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഇത് സംഭവിച്ച് കൃത്യം 3 ദിവസം കഴിഞ്ഞപ്പോൾ ഗോപാലചാപ്പലൻ്റെ ശരീരത്തിൽ കുഷ്ഠം പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ തീവ്രമായിട്ടുള്ള കുഷ്ഠരോഗത്താൽ അയാൾ ബാധിതനായി. ശരീരം മുഴുവൻ വ്രണങ്ങൾ വന്ന് പൊട്ടിയൊലിച്ച് ആ വ്രണങ്ങളിലെല്ലാം പുഴുക്കൾ അരിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഏറ്റവും ഹീനമായ അവസ്ഥയിലേക്ക് അയാൾ പതിച്ചു. അയാളെ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കി. അപ്പോൾ അയാൾ ഗംഗാതീരത്ത് ഒരു മരത്തിനടിയിൽ പോയി ഇരിക്കുകയാണ്. കാരണം
കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ ഇത് വളരെ വലിയൊരു സാംക്രമിക രോഗമായതുകൊണ്ട് അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ളവരെ ആരും അടുത്തോട്ട് അടുപ്പിക്കുകയേയില്ല. അപ്പോൾ ഇത്രയും വലിയ ഒരു ശിക്ഷയാണ് അയാൾക്ക് ഈ വൈഷ്ണവാപരാധത്തിന് കിട്ടിയത്. അപ്പോൾ ഒരു ദിവസം ചൈതന്യ മഹാപ്രഭു അതുവഴി ഗംഗാസ്നാനത്തിനായി പോകുമ്പോൾ ഗോപാലചാപലൻ കാണുകയും ചൈതന്യ മഹാപ്രഭുവിന് തൊഴുതുകൊണ്ട് പറഞ്ഞു, അങ്ങ് എൻ്റെ അനന്തവരനവനെ പോലെയാണല്ലോ, ഇത് നോക്കൂ, എൻ്റെ ശരീരത്തിൽ കുഷ്ഠം വന്ന് ഞാൻ എത്ര കഷ്ടപ്പെടുന്നു. എൻ്റെ അനന്തവരനെ പോലെയാണെങ്കിലും അങ്ങ് പരമപുരുഷ ഭഗവാനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും എന്നെ ഈ കുഷ്ഠത്തിൽ നിന്നൊന്ന് മോചിപ്പിക്കണം എന്ന് പറയും. ഗോപാലചാപലൻ ഇതെല്ലാം ആണെങ്കിലും ചൈതന്യ മഹാപ്രഭു ഭഗവാനാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് വളരെയധികം കോപമുണ്ടായി. വളരെ കോപത്തോടു കൂടിയിട്ട് ചൈതന്യ മഹാപ്രഭു അയാളെ വിളിച്ചു, ഹേ പാപി ഭക്തദ്വേഷി, ഒരിക്കലും നിനക്ക് ഞാൻ മുക്തി നൽകുകയില്ല. മാത്രമല്ല ഈ പുഴുക്കളെ കൊണ്ട് നിൻ്റെ ശരീരത്തിൽ ഞാൻ ലക്ഷോപലക്ഷം വർഷങ്ങൾ അവയെ വിട്ട് നിന്നെ ഞാൻ കടിപ്പിക്കും. കാരണം നീ ശ്രീവാസ് ഠാക്കൂർ എന്ന് പറയുന്ന അത്രയും ഉത്തമനായ ഒരു ഭക്തനെ നിൻ്റെ കാരണം നീ അയാൾക്കെതിരെ അപരാധം പ്രവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിനക്കിനി 10 കോടി ജന്മം നരകത്തിൽ ജനിക്കേണ്ടി വരും. ഞാൻ വന്നിരിക്കുന്നത് പാഷണ്ഡികളെ വധിക്കാനും ഭക്തി പ്രചരിപ്പിക്കാനുമാണ് എന്ന്. അതായത് ഇത്രയും അസൂയയോട് കൂടിയിട്ടൊരു ഭക്തനോട് പെരുമാറുന്ന മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല. അത്രയ്ക്ക് അപരാധിയായിരുന്നു ഈ ഗോപാലചാപാലൻ എന്ന് പറയുന്ന ഈ വ്യക്തി. അതിനുശേഷം ഭഗവാൻ അവിടെ നിന്ന് പോയി. ഗോപാലചാപലൻ അതുപോലെ തന്നെ കുഷ്ഠരോഗം ബാധിച്ച് കഷ്ടപ്പെട്ട് ദുരിതമനുഭവിച്ച് തന്നെ ജീവിതം കഴിച്ചു കൂട്ടി. ചൈതന്യ മഹാപ്രഭു സന്യാസ സ്വീകാരത്തിന് ശേഷം കുലിയായിലേക്ക് മടങ്ങി വരുമ്പോഴാണ് വീണ്ടും ഗോപാലചാപാലൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാദങ്ങളിൽ വന്ന് ശരണം തേടുന്നത്. അപ്പോൾ മഹാപ്രഭു വളരെ കാരുണ്യത്തോടു കൂടി പറഞ്ഞു, നിങ്ങൾ ശ്രീവാസ് ഠാക്കൂറിനെതിരെയാണ് അപരാധം പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം അവിടെ പോവുക, ആദ്യം ശ്രീവാസ് ഠാക്കൂറിൻ്റെ കാരുണ്യത്തിനായി യാചിക്കുക. രണ്ടാമത് ശ്രീവാസ് ഠാക്കൂർ അഥവാ നിങ്ങളെ അനുഗ്രഹിക്കുകയാണെങ്കിൽ, മൂന്നാമത് വീണ്ടും ഒരിക്കലും നിങ്ങൾ ഇതുപോലുള്ള അപരാധം ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അപരാധത്തിൻ്റെ ദുഷ്ഫലങ്ങളിൽ നിന്നും മോചിതനാകാം എന്ന് പറയും. അങ്ങനെ ഗോപാലചാപാലൻ ശ്രീവാസ ഠാക്കൂറിനെ പോയി കാണുകയും ശ്രീവാസ് ഠാക്കൂറിൻ്റെ കാരുണ്യത്താൽ അയാൾക്ക് ഈ പറയുന്ന പാപഫലങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയും ചെയ്തു. അതായത് അപരാധം പ്രവർത്തിക്കുന്നവരുടെ സ്വഭാവം എങ്ങനെയാണെന്നും വൈഷ്ണവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നും ശ്രീവാസ് ഠാക്കൂറും ഗോപാലചാപാലനും തമ്മിലുള്ള ഈ ലീലയിൽ നിന്നും നമ്മൾ പഠിക്കുകയാണ്. അതിനുശേഷം ഉള്ള 60 ശ്ലോകങ്ങളിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ യൗവനകാലത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട 16 സംഭവങ്ങളെക്കുറിച്ചിട്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ സങ്കീർത്തനം കേൾക്കുവാനായിട്ട് ശ്രീവാസ് ഠാക്കൂറിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ അകത്തേക്ക് കടത്തിവിട്ടില്ല. ഇയാളും ഒരു അസൂയാലുവായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം ഇദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടപ്പോൾ തൻ്റെ പൂണൂൽ ഭേദിച്ചുകൊണ്ട് പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിപ്പോൾ നിന്നെ ശപിക്കുന്നു. കാരണം നീ എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. അതായത് നിനക്ക് ഒരു സംസാര സുഖവും ഉണ്ടാകില്ലെന്ന് ഞാൻ നിന്നെ ശപിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഇത് കേട്ട് വളരെ വളരെ ആനന്ദിച്ചു. എന്തുകൊണ്ടാണ്? കാരണം ഭഗവാന് സംസാര സുഖം വേണ്ടല്ലോ. അതോടുകൂടി അതിനോടൊപ്പം തന്നെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നുണ്ട്, ആരൊരുവൻ ഈ ശാപത്തെക്കുറിച്ച് കേൾക്കുന്നുവോ അവൻ എല്ലാ ബ്രാഹ്മണ ശാപത്തിൽ നിന്നും മുക്തനാകുന്നതാണ്. സത്യത്തിൽ ഭഗവാനെ ശപിക്കുവാനുള്ള ശക്തി ആർക്കുമേ ഇല്ല. പിന്നെ ഇതെല്ലാം ഭഗവാന്റെ ലീലയായിട്ട് മാത്രമേ നമ്മൾ കാണേണ്ടതുള്ളൂ. അടുത്തതായിട്ട് മുകുന്ദദത്തനെ എപ്രകാരം ഭഗവാൻ ശിക്ഷിച്ചു എന്നതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മഹാപ്രകാശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുകുന്ദദത്ത പുറത്ത് വന്ന് നിൽക്കുകയാണ്. മഹാപ്രഭു ചോദിച്ചു, മുകുന്ദ വന്നിട്ടുണ്ടോ? അപ്പോൾ എല്ലാവരും പറഞ്ഞു, മുകുന്ദദത്തൻ വന്നിട്ടുണ്ട്, പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ മുകുന്ദദത്തയ്ക്ക് അറിയാം എന്നെങ്കിലും ഇപ്പോൾ മഹാപ്രഭുവിന് എന്നോട് കോപമാണെങ്കിലും എന്തെങ്കിലും എന്നോട് ക്ഷമിക്കും എന്ന്. അതായത് മുകുന്ദദത്തയ്ക്ക് ഒരു സ്വഭാവമുണ്ടായിരുന്നു. അദ്ദേഹം വൈഷ്ണവനാണ്, വൈഷ്ണവന്മാരുടെ സംഘത്തിലിരിക്കും. പക്ഷെ അതേസമയം മായാവാദികളുടെ അടുത്ത് പോയിട്ട് യോഗവാസിഷ്ഠ രാമായണവും കേൾക്കും. ഈ യോഗവാസിഷ്ഠ രാമായണം എന്ന് പറയുന്നത് വസിഷ്ഠൻ
ശ്രീരാമചന്ദ്രൻ ഉപദേശിച്ചു എന്ന് പറയുന്ന ഒരു കൃതിയാണ്. ഇത് പ്രധാനമായിട്ടും അദ്വൈത സിദ്ധാന്തത്തെ സാധൂകരിക്കുന്ന ഒരു കൃതിയായതുകൊണ്ട് മായാവാദികളാണിത് കൂടുതലും ശ്രവിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കാൻ പോയി എന്നുള്ളത് കൊണ്ടിട്ടാണ് മുകുന്ദദത്തനെ മഹാപ്രഭു മാറ്റി നിർത്തിയിരുന്നത്. പക്ഷേ ഇനി ഒരിക്കലും മുകുന്ദദത്തൻ അങ്ങനെ പോവുകയില്ല എന്ന് മഹാപ്രഭുവിന് തിരിച്ചറിഞ്ഞപ്പോൾ ആ സമയത്ത് ഭഗവാൻ മുകുന്ദദത്തനെ വിളിച്ച് വീണ്ടും ക്ഷമിച്ചു. അതിനുശേഷം പറയുന്നത് അദ്വൈതാചാര്യനോട് ഭഗവാന് ദേഷ്യമുണ്ടായതാണ്. അതായത് അദ്വൈതാചാര്യൻ, ഇത് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, അദ്വൈതാചാര്യനെ ചൈതന്യ മഹാപ്രഭു ഗുരുവായിട്ടാണ് കണ്ടിരുന്നത്. എന്തുകൊണ്ട്? കാരണം അദ്ദേഹവും ഈശ്വരപുരിയും സമകാലീനരായിരുന്നു. രണ്ടുപേരും മാധവേന്ദ്രപുരിയുടെ ശിഷ്യന്മാരായിരുന്നു. അതുകൊണ്ട് ഗുരുസ്ഥാനീയനാണ്. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് അദ്വൈതാചാര്യൻ ജ്ഞാനമാർഗത്തിൽ ഈ അങ്ങനെയുള്ള ഉപദേശങ്ങളെല്ലാം നൽകാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ദിവസം ചൈതന്യ മഹാപ്രഭു ഇത് കണ്ട് അദ്വൈതാചാര്യനെ തല്ലാൻ പോയി. ഇത് കണ്ടപ്പോഴാണ് അദ്വൈതാചാര്യൻ പറഞ്ഞത്, ശരി, ഇതായിരുന്നു എനിക്ക് ഇത്രയും കാലം വേണ്ടിയിരുന്നത്. അപ്പോൾ അത് മറ്റൊരു സംഭവം. അടുത്തതായിട്ട് മുരാരിഗുപ്ത ശ്രീരാമചന്ദ്ര ചരിതം പറയുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രവിച്ചു. അതിലൂടെ മഹാപ്രഭു വളരെ വളരെ സന്തുഷ്ടനായി. അപ്പോൾ മുരാരിഗുപ്തയുടെ നെറ്റിയിൽ ചൈതന്യ മഹാപ്രഭു എഴുതി രാമദാസൻ എന്ന്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ഭാവത്തിലുള്ള ഭക്തനെയും ഭഗവാൻ ആ ഭാവത്തിൽ സ്വീകരിക്കും എന്നുള്ളതിന് ഒരു ദൃഷ്ടാന്തം കൂടെയാണ് മുരാരിഗുപ്തയുടെ നെറ്റിയിൽ ഭഗവാൻ ഇപ്രകാരം എഴുതിയത്. മറ്റൊരിക്കൽ കൊലവേച്ച ശ്രീധരൻ്റെ ഗൃഹത്തിൽ പോയി മഹാപ്രഭുവിൻ്റെ കൂടെ പോയ മറ്റുള്ളവരും എല്ലാവരും, കൊലവേച്ച ശ്രീധരൻ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്, മഹാപ്രഭുവിൻ്റെ പാർശ്വതനാണ്. അദ്ദേഹം വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാഭക്തനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാകെ ഉണ്ടായിരുന്ന ഒരു വളരെ പഴയ ഒരു ഇരുമ്പിൻ്റെ ചൊമ്പാണ്. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊഴിച്ചാണ് മഹാപ്രഭു കുടിച്ചത്. അതെന്താണെന്ന് ചോദിച്ചാൽ മഹാപ്രഭുവിൻ്റെ ലീലയാണ്. എപ്രകാരം അദ്ദേഹം ഒരു ഭക്തനിൽ തൻ്റെ കാരുണ്യം ചൊരിയുന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ മഹാപ്രകാശ സമയത്താണ് ഹരിദാസ് ഠാക്കൂറിനെ ആശ്ലേഷിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നത് അങ്ങ് പ്രഹ്ലാദ മഹാരാജാവിൻ്റെ അവതാരമാണ് എന്ന്. അതുപോലെ തന്നെ മഹാപ്രകാശത്തിൻ്റെ സമയത്താണ് അദ്വൈതാചാര്യനോട് ചെയ്ത അപരാധത്തിൽ നിന്നും ശചി മാതാവിനെ അദ്ദേഹം മുക്തയാക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് ഇതിൽ പറയുന്ന യൗവനകാല ലീലയിൽ പറയുന്നത്, ഒരിക്കൽ മഹാപ്രഭു തൻ്റെ ശിഷ്യന്മാർക്കെല്ലാവർക്കും നാമത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം അങ്ങ് അനാവശ്യമായി പെരുപ്പിച്ച് പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ നാമം എല്ലാവരും സ്വീകരിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് അങ്ങ് അനാവശ്യമായി പെരുപ്പിച്ച് പറയുകയാണ് എന്ന് പറഞ്ഞു. ഇത്രയും കേട്ട ഉടൻ തന്നെ മഹാപ്രഭു അത്യധികം കോപത്തോടു കൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും പറഞ്ഞു, ഇനിമേൽ നിങ്ങളാരും ഇവൻ്റെ മുഖത്ത് പോലും നോക്കിപ്പോകരുത്. എന്നിട്ട് തൻ്റെ വസ്ത്രം പോലും അഴിക്കാതെ അദ്ദേഹം നേരെ പോയി ഗംഗയിൽ പോയി മുങ്ങി. അതിനുശേഷം മഹാപ്രഭു ഈ ഭഗവാൻ ശ്രീകൃഷ്ണന് അനുഷ്ഠിക്കേണ്ടുന്ന ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഭക്തിയുത സേവനമാണ് കൃഷ്ണവശ ഹേതു ഏക പ്രേമഭക്തി രസ. അതാണ് പ്രേമഭക്തി രസമാണ് കൃഷ്ണന് ഏറ്റവും പ്രിയങ്കരമായത് എന്നതിന് വേണ്ടിയിട്ട് മഹാപ്രഭു അവിടെ ഉദ്ധരിച്ച്, അതായത് ഉദ്ധവഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവനോട് പറയുന്ന ഒരു ശ്ലോകം അവിടെ മഹാപ്രഭു അവിടെയുള്ളവർക്കെല്ലാം ഉദ്ധരിച്ച് കേൾപ്പിക്കുന്നു. ന സാധയതി മാം യോഗോ ന സാഖ്യം ധർമ്മ ഉദ്ധവ ന സ്വാധ്യായ തപസ്ത്യാഗോ യഥാ ഭക്തിർ മമോർജിത. അതായത് യോഗം കൊണ്ടിട്ടോ സാഖ്യം കൊണ്ടിട്ടോ ധർമ്മം കൊണ്ടിട്ടോ സ്വാധ്യായം കൊണ്ടോ തപസ് കൊണ്ടോ ത്യാഗം കൊണ്ടോ എന്നെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഭക്തി കൊണ്ട് മാത്രമേ എന്നെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ കഴിയൂ. അങ്ങനെ ചൈതന്യ മഹാപ്രഭു നാമത്തിൻ്റെ മഹിമ എപ്രകാരം ഭഗവത് നാമോച്ചാരണത്തിലൂടെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടണം എന്നുള്ളത് വീണ്ടും ഒരിക്കൽ കൂടെ, അതായത് ഇതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ അനേകം നമുക്ക് മഹാപ്രഭുവിൻ്റെ ജീവചരിത്രത്തിൽ കാണുവാൻ കഴിയും. അപ്പോൾ അതിൽ ഒന്നാണ് ഈ പറയുന്ന ലീല. അതിനുശേഷം മഹാപ്രഭു മുരാരിഗുപ്തയെ പ്രകീർത്തിക്കുകയാണ്. മുരാരിഗുപ്തയോട് പറയും, അങ്ങ്
അങ്ങയുടെ ഭക്തിയാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രസാദിപ്പിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഇത് കേട്ടപ്പോൾ മുരാരിഗുപ്ത ശ്രീമദ് ഭാഗവതത്തിലെ മറ്റൊരു ശ്ലോകം ഉദ്ധരിച്ച് മഹാപ്രഭുവിന് മറുപടി നൽകുകയാണ്. ക്വാഹം ദരിദ്രപാപിയാൻ ക്വാ കൃഷ്ണ ശ്രീനികേതനഃ ബ്രഹ്മബന്ധുരിതി സ്മാഹം ബാഹുഭ്യാം പരിരംഭിതഃ. ഇത് സുദാമവിപ്രൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ, ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ആലിംഗനം ചെയ്തപ്പോൾ ആത്മഗതമായി പറയുന്ന ശ്ലോകമാണ്. ക്വാഹം ദരിദ്രപാപിയാൻ, ക്വാ അഹം ഞാൻ ദരിദ്രനും പാപിയുമാണ്. ക്വ കൃഷ്ണ ശ്രീനികേതന, കൃഷ്ണൻ എവിടെ? ആരാണ് കൃഷ്ണൻ? ശ്രീനികേതന, ശ്രീയുടെ നികേതനമാണ് ശ്രീകൃഷ്ണൻ. ബ്രഹ്മബന്ധുർ ഇതിസ്മാ അഹം, ഞാൻ വെറും ഒരു ബ്രഹ്മബന്ധുവാണ്, ഒരു ബ്രാഹ്മണൻ പോലുമല്ല. പക്ഷേ എന്നെ ബാഹുഭ്യാം പരിരംഭിത, എന്നെ ആ ശ്രീകൃഷ്ണൻ തൻ്റെ ബാഹുക്കളാൽ ആലിംഗനം ചെയ്തിരിക്കുന്നു എന്ന്. അതുകൊണ്ട് സുദാമവിപ്രൻ അവിടെ തൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന വളരെ സുന്ദരമായ ഒരു ശ്രീമദ് ഭാഗവത ശ്ലോകമാണിത്. ആ ശ്ലോകമാണ് മുരാരിഗുപ്ത, ചൈതന്യ മഹാപ്രഭു എപ്പോൾ മുരാരിഗുപ്തയോട് പറയുന്നു, മുരാരിഗുപ്ത നിങ്ങളുടെ ഭക്തിയുത സേവനം കൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹൃദയം നിറഞ്ഞ് മുരാരിഗുപ്ത പറയുന്ന ശ്ലോകമാണിത്. അപ്പോൾ മുരാരിഗുപ്തയും താൻ എത്ര പതിതനായിട്ടും എപ്രകാരം മഹാപ്രഭുവിൻ്റെ കാരുണ്യം തനിക്ക് ലഭിക്കുന്നു എന്ന്. കാരണം മുരാരിഗുപ്ത ഈ ലീലയിൽ ഒരു ബ്രാഹ്മണൻ പോലുമല്ല, വൈദ്യകുലത്തിലാണ് മുരാരിഗുപ്ത. അതുകൊണ്ട് പ്രഭുപാദർ പറയുന്നു, ഈ ശ്ലോകം മുരാരിഗുപ്ത പറയുന്നത് വളരെ വളരെ കാര്യമാത്ര പ്രസക്തമാണ്. അതായത് ഏതൊരുവനും ഭക്തിയുത സേവനത്തിലൂടെ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ് നമുക്കിവിടെ മുരാരിഗുപ്തയിലൂടെ ലഭിക്കുന്നത്. അതായത് ഭഗവത് ഭക്തിയുത സേവനത്തിലൂടെ മാത്രം ഈ പറയുന്നതെല്ലാം സാധ്യമാകും. അതിലൂടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ തൃപ്തിപ്പെടുത്താൻ കഴിയുക. ഓരോ ദൃഷ്ടാന്തത്തിലും മഹാപ്രഭുവും തൻ്റെ പാർഷദരുമായി നടക്കുന്ന ഓരോ ലീലയിലും നമ്മൾ വീണ്ടും വീണ്ടും ഇത് തന്നെ കാണുകയാണ്. മറ്റൊരിക്കൽ മഹാപ്രഭു സങ്കീർത്തനത്തിന് ശേഷം എല്ലാ ഭക്തന്മാരും വളരെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരുടെ ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ട് മഹാപ്രഭു ഒരു മാങ്ങാണ്ടി എടുത്ത് അവിടെ ഉണ്ടായിരുന്ന മണ്ണിൽ കുഴിച്ചിട്ടു. ഉടൻ തന്നെ അത് മുളച്ചു, ചെടിയായി, മരമായി, അത് നിറയെ കായ്ച്ചു. അത് മുഴുവൻ മാമ്പഴങ്ങളായിരുന്നു. അപ്പോൾ എല്ലാവരും ഉടനെ തന്നെ മഹാപ്രഭു തന്നെ ആ മാവിൽ നിന്നും 200 മാമ്പഴം പറിച്ച് കൃഷ്ണന് നിവേദിച്ച ശേഷം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സങ്കീർത്തനം ചെയ്തവർക്ക് എല്ലാവർക്കും കൊടുത്തു. അത് ഏറ്റവും നല്ല മാമ്പഴങ്ങളായിരുന്നു. അതായത് നല്ല മഞ്ഞയും ചുവപ്പും കലർന്ന നിറമുള്ള മാമ്പഴം. അതിനകത്തെ മാങ്ങാണ്ടി എന്ന് പറയുന്നത് വളരെ ചെറുതും അതിൻ്റെ തൊലി എന്ന് പറയുന്നത് തൊലിയില്ലാത്ത അത്രയും കനം കുറഞ്ഞ തൊലിയോടുകൂടിയ മാമ്പഴങ്ങളായിരുന്നു. അത് ഒരു വർഷകാലം, അതായത് 12 മാസം ദിവസവും സങ്കീർത്തനത്തിന് ശേഷം ഭക്തന്മാരെല്ലാവരും ഈ മാവിൽ നിന്നുള്ള മാമ്പഴമാണ് ഭക്ഷിച്ചിരുന്നത്. ഇത് വളരെ ഗുഹ്യമായ രഹസ്യ സ്വരൂപമുള്ള ഒരു ലീലയാണ്. കാരണം ഇത് അവിശ്വാസികൾ ഒരിക്കലും വിശ്വസിക്കില്ല. മാത്രമല്ല ഇത് ചൈതന്യ ഭാഗവതത്തിൽ പോലും വൃന്ദാവൻദാസ് ഠാക്കൂർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും നമ്മൾ ഈ ലീല വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. അതായത് ഭക്തന്മാരല്ലാതെ മറ്റാരും ഇത് അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അറിഞ്ഞാൽ അവർ അതിനെ തെറ്റിദ്ധരിക്കുകയേ ഉള്ളൂ. അതാണ് അതിൻ്റെ കാരണം. അതിനുശേഷം മറ്റൊരിക്കൽ മഹാപ്രഭു സങ്കീർത്തനം ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ മഴമേഘങ്ങൾ ആകാശം മുഴുവനും നിറഞ്ഞു. അപ്പോൾ ഏത് നിമിഷവും മഴയുണ്ടാകും എന്ന് തോന്നിയപ്പോൾ മഹാപ്രഭു ആകാശത്തിലേക്ക് ഒന്നിങ്ങനെ നോക്കി, മേഘങ്ങളെല്ലാം നോക്കിയപ്പോൾ അപ്പോൾ തന്നെ മഴ വരുന്ന ആ മേഘങ്ങളെല്ലാം അവിടെ നിന്നും അപ്രത്യക്ഷമായി. ഇതും വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു ലീലയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ദിവസം ശ്രീവാസ് ഠാക്കൂറിൻ്റെ ഗൃഹത്തിൽ അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ ശ്രാദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹാപ്രഭു അവിടെ പോയി. അപ്പോൾ ശ്രീവാസ് ഠാക്കൂറിനോട് മഹാപ്രഭു ബൃഹത് സഹസ്രനാമം വായിക്കുവാൻ പറഞ്ഞു. ബൃഹത് സഹസ്രനാമം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വിഷ്ണു സഹസ്രനാമം എന്ന്, അതിനെ ബൃഹത് വിഷ്ണു സഹസ്രനാമം എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ അത് എനിക്ക് വായിച്ച് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീവാസ് ഠാക്കൂർ ഇങ്ങനെ
വായിക്കുകയാണ് ഓം വിഷ്ണു വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതാത്മാ പരമാത്മാജ മുക്താനാം പരമാഗതി. ഇങ്ങനെ വായിച്ച് യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹ വപു ശ്രീമാൻ. ഇത്രയും പറഞ്ഞപ്പോഴേക്കും മഹാപ്രഭു നരസിംഹഭാവം ധരിച്ചു. നരസിംഹത്തിൻ്റെ ഭാവം ധരിച്ചുകൊണ്ട് മഹാപ്രഭു ഒരു ഗദയും കയ്യിലേന്തി നവദ്വീപിലെ എല്ലാ തെരുവുകളിലൂടെയും വിഹരിക്കാൻ തുടങ്ങി. അതായത് എല്ലാ നിരീശ്വരവാദികളെയും ഇപ്പോൾ തന്നെ ഞാൻ വധിക്കും എന്നുള്ള അത്രയും ക്രോധത്തോടു കൂടി മഹാപ്രഭു ഇറങ്ങി അതിലൂടെയെല്ലാം ഇങ്ങനെ വിഹരിച്ചപ്പോൾ ഒരു വിധത്തിൽ ശ്രീവാസ് ഠാക്കൂർ മഹാപ്രഭുവിനെ പറഞ്ഞ് സാന്ത്വനപ്പെടുത്തി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മഹാപ്രഭുവിൻ്റെ ആ നരസിംഹഭാവം വെടിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ പോകരുതായിരുന്നു അല്ലേ, കാരണം ആളുകളെല്ലാം എന്നെ കണ്ട് ഭയപ്പെട്ടു പോയി. അപ്പോൾ ശ്രീവാസ് ഠാക്കൂർ പറയും, അതൊരിക്കലും ഒരു തെറ്റല്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങേ നരസിംഹനായിട്ട് ആരെല്ലാം നരസിംഹഭാവത്തിൽ അങ്ങേ ആരെല്ലാം കണ്ടിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും മുക്തി സുനിശ്ചിതമാണ് എന്ന് പറഞ്ഞ് ശ്രീവാസ് ഠാക്കൂർ മഹാപ്രഭുവിനെ ആശ്വസിപ്പിക്കുന്നു. മറ്റൊരിക്കൽ ഒരു ശിവഭക്തൻ ശിവൻ്റെ ഗുണഗാനങ്ങൾ പാടിക്കൊണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഗൃഹത്തിലേക്ക് വന്നു. അവിടെ വന്ന് തൻ്റെ ഡമരു ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ശിവകീർത്തനങ്ങൾ പാടി തുടങ്ങിയപ്പോൾ ചൈതന്യ മഹാപ്രഭു ശിവൻ്റെ ഭാവം ധരിച്ച് ആ ശിവഭക്തൻ്റെ തോളിൽ കയറിയിരുന്ന അദ്ദേഹം വളരെയധികം നേരം നൃത്തം വയ്ക്കുകയുണ്ടായി. ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, അചിന്ത്യ ഭേദാഭേദ തത്വമനുസരിച്ച് ശിവൻ വിഷ്ണുവിൽ നിന്നും ഭിന്നനല്ല, പക്ഷേ ശിവൻ ഒരിക്കലും വിഷ്ണു ആകുന്നില്ല. എപ്രകാരം തൈര് പാലാകുന്നില്ലയോ, പക്ഷേ പാല് തന്നെയാണ് തൈര് എന്നുള്ളത് പോലെയാണ് ശിവനും വിഷ്ണുവും. അതുകൊണ്ട് മഹാപ്രഭു ശിവൻ്റെ ഭാവം ധരിച്ചതിൽ യാതൊരു അതിശയിക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ അതിൽ പരസ്പര വൈരുദ്ധ്യമില്ല എന്ന് ശ്രീല പ്രഭുപാദർ എടുത്ത് പറയുന്നുണ്ട്. കാരണം പലർക്കും ഈ സംശയം തോന്നിയേക്കാം എന്നുള്ളത് കൊണ്ടാണ് പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ തന്നെ അവിടെ എടുത്തു പറയുന്നു, മഹാദേവൻ്റെ ഭാവം ചൈതന്യ മഹാപ്രഭുവിന് എന്തുകൊണ്ടും ധരിക്കാം, എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് തന്നെയാണ് മഹാദേവനും എന്ന്. മറ്റൊരിക്കൽ ഒരു ഭിക്ഷു മഹാപ്രഭുവിൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ മഹാപ്രഭു കീർത്തനം പാടിക്കൊണ്ട് നൃത്തം വച്ചുകൊണ്ടിരിക്കുകയാണ്. ഭിക്ഷുവും അത് കണ്ട് നൃത്തം വയ്ക്കാൻ തുടങ്ങി. അപ്രകാരം ഭിക്ഷുവിനും മഹാപ്രഭു കൃഷ്ണപ്രേമം ഭിക്ഷയായി നൽകുകയുണ്ടായി. മറ്റൊരിക്കൽ ഒരു ജ്യോതിഷി മഹാപ്രഭുവിനെ കാണുവാനായിട്ട് മഹാപ്രഭുവിൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ ജ്യോതിഷി പറഞ്ഞു, എനിക്ക് ത്രികാലങ്ങളും അറിയാൻ പറ്റും, അതായത് മുൻപെന്തുണ്ടായി, ഇപ്പോഴെന്താണ്, ഭാവിയിൽ എന്ത് സംഭവിക്കും, എല്ലാം അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ മഹാപ്രഭു ആ ജ്യോതിഷിയെ വളരെ ആദരപൂർവ്വം സ്വീകരിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ മുൻ ജന്മത്തിൽ ആരായിരുന്നു എന്നൊന്ന് ഗണിച്ച് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ജ്യോതിഷി ഈ ജന്മസമയമെല്ലാം എടുത്ത് ഗണിച്ചു തുടങ്ങി. അപ്പോൾ ഗണിച്ച് നോക്കുമ്പോൾ മാത്രമല്ല, ഈ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ ശരീരകാന്തിയും സ്വരൂപവും ലക്ഷണങ്ങളുമെല്ലാം ഈ ജ്യോത്സ്യൻ കാണുന്നുണ്ട്. അപ്പോൾ ഗണിച്ചു വന്നപ്പോൾ ഗണനയിലൂടെ ജ്യോതിഷിക്ക് കാണാൻ പറ്റിയത് ഭഗവാന്റെ ദിവ്യകാന്തിയോടുകൂടിയുള്ള ശരീരം, എല്ലാ വൈകുണ്ഠഗ്രഹങ്ങളും ആ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് ഈ ബ്രാഹ്മണൻ ജ്യോതിഷി കാണുന്നത്. അപ്പോൾ ഒന്നും മിണ്ടിയില്ല കുറച്ച് നേരം. വീണ്ടും ചൈതന്യ മഹാപ്രഭു ചോദിക്കുകയാണ്, എന്തായി, ഞാൻ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു? അപ്പോൾ ജ്യോതിഷി പറയും, അങ്ങ് മുൻജന്മത്തിൽ എല്ലാ സൃഷ്ടിയുടെയും ആശ്രയമായിരുന്നു. പരമപുരുഷ ഭഗവാൻ സർവ ഐശ്വര്യപൂർണനായിരുന്നു. അതേ ഭഗവാൻ തന്നെയാണ് അങ്ങിപ്പോഴും. അങ്ങയുടെ സ്വത്വം എന്ന് പറയുന്നത് ശാശ്വതമായ ആനന്ദമാണ്, അചിന്ത്യമാണ് എന്ന് പറയും. അപ്പോൾ ചൈതന്യ മഹാപ്രഭു മന്ദഹസിച്ചുകൊണ്ട് പറയും, നിങ്ങൾക്ക് ശരിയായി ഗണിക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു. കാരണം എൻ്റെ മുൻജന്മത്തിൽ ഞാൻ ഒരു മാട് മേയ്ക്കുന്ന പയ്യനായിരുന്നു. ഞാൻ പശുക്കളെയും പശുക്കിടാങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടിരുന്നു. ആ സേവ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിച്ചിരിക്കുന്നത് എന്ന് മഹാപ്രഭു പറയും. ഇത് വീണ്ടും ഭഗവാന്റെ അചിന്ത്യമായ ലീലയാണ്. അപ്പോൾ ജ്യോതിഷി പറയും,
ഞാൻ കണ്ടത് പൂർണ്ണ എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞ രൂപമാണ് എനിക്ക് ഗണനത്തിലൂടെ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ അങ്ങ് പറയുന്നതും ഞാൻ പറയുന്നതും ഒന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങ് മാറ്റിപ്പറയുന്നതും അങ്ങയുടെ മായ കൊണ്ടിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയും കേട്ട ഉടനെ മഹാപ്രഭു ആ ജ്യോതിഷിക്കും കൃഷ്ണപ്രേമം പ്രതിഫലമായി നൽകുകയാണ്. അതായത് ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണനാഹെ അന്യ, അതായത് രാധയും കൃഷ്ണനും ചേർന്ന സ്വരൂപമാണ് ചൈതന്യ മഹാപ്രഭു. അപ്പോൾ ഈ ജ്യോതിഷി കണ്ടത്, ജ്യോതിഷി തീർച്ചയായിട്ടും വളരെ ഉന്നതനായ ഒരു ഭക്തനായിരുന്നിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അതുകൊണ്ടാണ് ആ ജ്യോതിഷിക്ക് അങ്ങനെ ഒരു രൂപം അല്ലെങ്കിൽ മഹാപ്രഭുവിൻ്റെ സ്വത്വം ഇങ്ങനെ തിരിച്ചറിയാനും കാണുവാനുമായി സാധിച്ചത്. പിന്നീട് അടുത്തതായി മഹാപ്രഭു വീണ്ടും മഹാപ്രഭുവിൻ്റെ ആ നേരത്തെ സൂചിപ്പിച്ച ബലരാമഭാവത്തെക്കുറിച്ചിട്ട്, ഒരിക്കലൊരു വിഷ്ണു ക്ഷേത്രത്തിൽ മഹാപ്രഭു പോയപ്പോൾ അവിടെ വെച്ച് മഹാപ്രഭു പെട്ടെന്ന് ഉച്ചത്തിൽ പറഞ്ഞു, എനിക്ക് തേൻ കൊണ്ടുവരൂ, തേൻ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ നിത്യാനന്ദ പ്രഭു എന്ത് ചെയ്യും, ഒരു കുടം നിറയെ ഗംഗാജലം കൊണ്ടുവരും. അപ്പോൾ ആ ഗംഗാജലം കുടിച്ചതിന് ശേഷം മഹാപ്രഭു നൃത്തം വച്ച് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് അവിടെ എല്ലാവർക്കും യമുനാകർഷണ ലീല കാണുവാൻ പറ്റി. അദ്വൈതാചാര്യൻ അദ്ദേഹത്തെ ബലരാമൻ്റെ രൂപത്തിൽ കാണുവാൻ പറ്റി. വനമാലി ആചാര്യൻ നോക്കുമ്പോൾ മഹാപ്രഭുവിൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണ മുശലം, അതായത് കലപ്പ ധരിച്ചിരിക്കുന്നു. എല്ലാ ഭക്തന്മാരും അവിടെ അത് കണ്ട് 12 മണിക്കൂർ ആനന്ദ നൃത്തം ചവിട്ടി. യമുനാകർഷണ ലീല എന്ന് പറഞ്ഞാൽ ബലരാമൻ ഒരിക്കൽ ഗോപസ്ത്രീകളുമായിട്ട് രമിക്കുവാൻ വേണ്ടിയിട്ട് യമുനയോട് താൻ ഇരിക്കുന്നിടത്തേക്ക് വരാൻ പറഞ്ഞു. യമുനാദേവി വരില്ല എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മുസലം കൊണ്ടിട്ട് യമുനയെ വഴിതിരിച്ചു വിടാൻ ബലരാമൻ മുസലം താഴെ കുത്തിയ ഉടനെ തന്നെ യമുന അവിടെ വരികയുണ്ടായി. അതിനെയാണ് യമുനാകർഷണ ലീല എന്ന് പറയുന്നത്. അപ്പോൾ മഹാപ്രഭു ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഇരുന്ന് തേൻ ചോദിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള അവിടെ കൂടിയിരുന്ന ഉത്കൃഷ്ടരായ ഭക്തന്മാർക്കെല്ലാം ആ യമുനാകർഷണ ലീല അവർക്കെല്ലാവർക്കും ദർശിക്കുമാറായി. അപ്പോൾ മഹാപ്രഭുവിൻ്റെ ഈ പറയുന്ന ലീലകളെല്ലാം, ഇതെല്ലാം യഥാർത്ഥത്തിൽ പ്രത്യക്ഷമായി അനുഭവിക്കാൻ കഴിഞ്ഞത് ഈ പറയുന്ന വളരെ ഉന്നതരായിട്ടുള്ള ഭക്തന്മാർക്കാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് ഈ അധ്യായത്തിൽ വരുന്നത് മഹാപ്രഭുവും കാസിയും തമ്മിലുള്ള ആ ഒരു മനോഹരമായ ലീലയാണ്. അതായത് മഹാപ്രഭു തൻ്റെ സങ്കീർത്തനം, നഗരസങ്കീർത്തനം തുടങ്ങുന്ന സമയത്ത് ആദ്യം നവദ്വീപിലുള്ള എല്ലാവരോടും മഹാപ്രഭു പറഞ്ഞു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഗൃഹങ്ങളിൽ ഹരിനാമ സങ്കീർത്തനം ചെയ്യുക. അപ്പോൾ ഹരയേ നമ കൃഷ്ണ യാദവായ നമഃ ഗോപാല ഗോവിന്ദരാം ശ്രീമധുസൂദന, ഇതും ഹരേ കൃഷ്ണ മഹാമന്ത്രവും ഒരുമിച്ചാണ് അവരെല്ലാവരും പാടിക്കൊണ്ടിരുന്നത്. അങ്ങനെ നവദ്വീപിൽ എവിടെ കേട്ടാലും ഹരേ കൃഷ്ണ മഹാമന്ത്രവും ഹരി ഹരി എന്ന ധ്വനിയും മൃദംഗങ്ങളും കരതാളങ്ങളുമാണ് അവിടെയെല്ലാം എല്ലാ ഭാഗത്തും ഒലിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട്? മഹാപ്രഭു നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ്, അത് എല്ലാവരും പാലിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ സമയത്ത് ബംഗാൾ ഭരിക്കുന്നതും മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങൾ വന്നിട്ട് കാസിയോട് പറയും, ഈ കാസിയാണ് ആ പ്രദേശത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഈ കാസിക്കാണ്, ചാന്ദ് കാസി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെയുള്ള മുസൽമാന്മാർ പറയും, ഇങ്ങനെ ഇവരെല്ലാവരും ഏതു നേരവും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ കാസി ഒരു വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെയുള്ളവരെല്ലാവരും ഇരുന്നിട്ട് ഹരിനാമ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു, മൃദംഗം വായിക്കുന്നു. അപ്പോൾ കാസി ആ മൃദംഗം മേടിച്ച് അത് ഉടച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത്രകാലം നിങ്ങൾ ഹിന്ദുധർമ്മത്തിൽ ഒന്നും തന്നെ പിന്തുടരുന്നില്ല, ഇനിയിപ്പോൾ ആരുടെ ധൈര്യത്തിൽ, ആരുടെ ശക്തിയിലാണ് നിങ്ങൾ തുടങ്ങിയിരിക്കുന്നത്? ഒരാളും ഇനി മേലാൽ സങ്കീർത്തനം ചെയ്തു പോരുത്. ആരെങ്കിലും സങ്കീർത്തനം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുഴുവൻ സ്വത്ത് കണ്ടുകെട്ടി അവനെ മുസ്ലിമായിട്ട് മതം മാറ്റും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. അപ്പോൾ ഭക്തന്മാരെല്ലാവരും ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്,
അപ്പോൾ മഹാപ്രഭു പറഞ്ഞു, ഇന്ന് നമ്മളെല്ലാവരും ചേർന്ന് നഗരസങ്കീർത്തനത്തിനായിട്ട് പോവുകയാണ്. മഹാപ്രഭുവാണ് ഇവരെല്ലാവരെയും നയിക്കാൻ പോകുന്നത്. ഞാൻ ഇത് നോക്കിക്കൊള്ളാം എന്ന് മഹാപ്രഭു പറയുകയാണ്. പക്ഷേ ഇവർക്കെല്ലാവർക്കും നമ്മുടെ സ്വഭാവമല്ലേ, ഇനിയിപ്പോൾ മഹാപ്രഭു അല്ല ആര് പറഞ്ഞാലും നമ്മളൊന്ന് പേടിക്കും. അപ്പോൾ മഹാപ്രഭു അവരോട് പറയും, പേടിക്കണ്ട, വൈകുന്നേരം ഓരോ ഗ്രാമത്തിലും വന്നിട്ട് ഞാനാണ് സങ്കീർത്തനം ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്ഥലങ്ങളെല്ലാം അലങ്കരിച്ച് എല്ലാവരും വീട്ടിൻ്റെ വാതിക്കൽ പന്തം കൊളുത്തി ഇരിക്കുക. ഞാൻ വന്ന് നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കുന്ന ചുമതല എനിക്കാണ്. ഞാൻ നിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കും. കണ്ടില്ലേ, അവിടെ പോലും ഭഗവാൻ സ്വയം സംരക്ഷണം ഏറ്റെടുക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഭക്തന്മാർക്ക് ധൈര്യം പോരാ, അതുകൊണ്ട് തന്നെ. അങ്ങനെ ചൈതന്യ മഹാപ്രഭു സങ്കീർത്തനം തുടങ്ങി. സങ്കീർത്തനം ചെയ്ത് 3 സങ്കീർത്തന ഗ്രൂപ്പുകളാണ് മഹാപ്രഭു ഉണ്ടാക്കിയത്. അതിൽ മുന്നിൽ പോയ സംഘത്തിൽ ഹരിദാസ് ഠാക്കൂർ നൃത്തം ചെയ്യുന്നു. നടുവിൽ പോയ സംഘത്തിൽ അദ്വൈതാചാര്യൻ നൃത്തം ചെയ്യുന്നു. ഏറ്റവും പുറകിലെ സംഘത്തിൽ ഗൗരസുന്ദർ ഭഗവാനും നിത്യാനന്ദ പ്രഭു. അങ്ങനെ അവർ അതായത് പട്ടണത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ സങ്കീർത്തനം ചെയ്തുകൊണ്ട് പോയി അവസാനം ചാന്ദ് കാസിയുടെ വീട്ടുവാതിൽക്കലെത്തി. എന്നിട്ട് പറയും, കാസിയെ വിളിച്ചിട്ട് ചോദിക്കും, ഇതാ നിൻ്റെ പട്ടണത്തിൽ സങ്കീർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു മുസ്ലിം മജിസ്ട്രേറ്റ് അല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് തടുക്കാത്തത്? എന്നോട് പറ. അപ്പോൾ കാസി പറയും, അല്ലയോ ഗൗരഹരി, ഒന്ന് ഇവരെല്ലാം വിട്ടിട്ടൊരല്പം നമുക്ക് മാറി നിന്ന് സംസാരിക്കാമോ എന്ന് ചോദിക്കും. അപ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലായി എന്തോ കാര്യമായി പറ്റിയിട്ടുണ്ട്. അപ്പോൾ മഹാപ്രഭു പറയും, എൻ്റെ കൂടെ വന്നിരിക്കുന്നവരെല്ലാവരും എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ പാർഷദരാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറയും. അപ്പോൾ കാസി പറയും, ഞാൻ അബദ്ധവശാൽ ഒരു മൃദംഗം പൊട്ടിച്ചു. അന്ന് രാത്രി ഞാൻ വീട്ടിൽ പോയി കിടന്നു ഉറങ്ങി. ഉറക്കത്തിൽ ഒരു ഭയങ്കരമായ സിംഹം എൻ്റെ നെഞ്ചത്ത് കയറിയിരിക്കുന്നു. അതിൻ്റെ ശരീരം ഒരു മനുഷ്യൻ്റെ പോലെയും തല സിംഹത്തെ പോലെയുമാണ്. എൻ്റെ നെഞ്ചത്ത് ചാടിക്കയറിയിരുന്ന് ആ നഖങ്ങൾ കൊണ്ട് എൻ്റെ നെഞ്ചത്ത് അമർത്തിക്കൊണ്ട് പറഞ്ഞു, ഒരു നിമിഷം കൊണ്ട് ഞാൻ നിൻ്റെ നെഞ്ച് പിളർക്കും, കാരണം നീ എൻ്റെ സങ്കീർത്തനം നിർത്തിയിരിക്കുകയാണ്. പക്ഷെ അന്ന് നീ വലുതായിട്ടൊന്നും ചെയ്യാത്തത് കൊണ്ട് ഞാൻ നിന്നെ ക്ഷമിച്ചു വിട്ടിരിക്കുകയാണ്. പക്ഷെ ഇനി മേലാൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ യവനന്മാരെയും ഞാൻ തീർത്ത് കളയും എന്ന് പറഞ്ഞ് കാസി തൻ്റെ വസ്ത്രം തുറന്ന് മഹാപ്രഭുവിന് കാണിച്ചു കൊടുക്കുകയാണ്, ഇവിടെയാണ് നെഞ്ചിൽ ആ നഖം കൊണ്ടത് എന്ന്. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ ഇവർക്കെല്ലാവർക്കും മനസ്സിലായി, കാസിക്ക് സാക്ഷാത് നരസിംഹ ഭഗവാന്റെ ദർശനമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന്. എന്നിട്ട് കാസി പറയുകയാണ്, അതേ ദിവസം തന്നെ ഈ സങ്കീർത്തനം നിർത്താനായിട്ട് എൻ്റെ കുറച്ച് അനുയായികൾ പോയായിരുന്നു, ഭടന്മാരെ അയച്ചിരുന്നു. അവർ ഓരോരുത്തരും പോയ സ്ഥലത്തെല്ലാം നിർത്താൻ പറയാൻ പോകുമ്പോഴത്തേക്കും വലിയ തീജ്വാലകൾ അവരുടെ മുഖത്തേക്ക് വന്ന് അടിക്കുന്നതായും അവരുടെ എല്ലാം താടിയിൽ വരെ തീ പിടിച്ചു പോയതായിട്ടുമൊക്കെയാണ് ഓരോരുത്തർക്കും അനുഭവമുണ്ടായത്. ഈ പോയ ഓരോ ഭടനും ഇതേ അനുഭവമാണ്. മുഖത്ത് തീജ്വാല, താടിക്ക് തീ പിടിക്കുന്നു, മുഖത്തെല്ലാം പൊള്ളുന്നു. അപ്പോൾ ഇതൊരു 5-6 ഭടന്മാർ വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ സങ്കീർത്തനം നിരോധിക്കുക എന്നുള്ള കാര്യപരിപാടി ഞാൻ അവസാനിപ്പിച്ചു എന്ന് പറയും. എന്നിട്ട് കാസി പറയുകയാണ്, ഈ മാംസഭക്ഷിക്കുന്നവരും എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പരാതി പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഹിന്ദുക്കൾക്ക് ധർമ്മം കൂടിയിരിക്കുന്നു, എല്ലായിടത്തും ഹരി ഹരി കൃഷ്ണ കൃഷ്ണ എന്ന് പറയുകയും എല്ലാവരും ജപിക്കുകയും നൃത്തം ചെയ്യുകയും നിലത്ത് വീണുരുളുകയും എല്ലാം ചെയ്യുകയാണ്. അപ്പോൾ ഈ യവനന്മാരെല്ലാവരും വന്ന് എന്നോട് പറയുകയാണ്, ഇത് നവാബ് ഹുസൈൻ ഷാ ഇതിനെക്കുറിച്ച് അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കാണ് ശിക്ഷ കിട്ടാൻ പോകുന്നത്. അപ്പോൾ കാസി ചോദിച്ചു, ഹിന്ദുക്കളുടെ ദൈവത്തിൻ്റെ പേരല്ലേ ഹരി,
പിന്നെ നിങ്ങളെല്ലാവരും എന്തിനാണ് ഹരി എന്ന് പറയുന്നത്? അപ്പോൾ ഒരു യവനൻ പറഞ്ഞു, ഞാൻ ചില സമയത്ത് ഹിന്ദുക്കളുമായി തമാശ പറയാറുണ്ട്. അപ്പോൾ അവരിൽ പലരുടെയും പേര് കൃഷ്ണദാസൻ, രാമദാസൻ, ഹരിദാസൻ എന്നെല്ലാമാണ്. അപ്പോൾ ഹരി എന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ മോഷ്ടിക്കുക അല്ലെങ്കിൽ അപഹരിക്കുക എന്നാണല്ലോ. എന്നാൽ ഇവരുടെ എല്ലാവരുടെയും വീട്ടിൽ നിന്നും എന്തെങ്കിലുമൊക്കെ അപഹരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ എന്തോ അറിയില്ല, ഈ ഹരി ഹരി എന്ന് പറഞ്ഞു തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഹരി ഹരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ തോന്നുന്നു എന്ന്. അതായത് നാമാഭാസത്തിൽ നാമം ജപിക്കുന്നത് പോലും എത്ര ശക്തമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് നാമത്തെക്കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഗ്രഹിക്കാൻ കഴിയാത്തതാണ്. ഒരിക്കലും ഗ്രഹിക്കാൻ കഴിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം, അത് എങ്ങനെയെല്ലാം ചെയ്താൽ എന്തൊക്കെ ഫലമുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചിട്ട് നമുക്ക് ഒരിക്കലും അത്ര പെട്ടെന്ന് മനസ്സിലാകുകയില്ല. നാമത്തിൻ്റെ ശക്തി, നാമം ജപിക്കുന്നതിലൂടെ ഒരുവനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നാമം ജപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതിരിക്കുന്നവൻ പോലും നാമത്താൽ ശുദ്ധീകരിക്കപ്പെടുകയാണ്. അതായത് എപ്രകാരം, ഇത് എത്ര പറഞ്ഞാലും പോരാ. കാരണം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭഗവത് ദിവ്യനാമം, ഈ ഹരിനാമം എന്ന് പറയുന്നത് അത്രമാത്രം ശക്തമാണ്. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു വ്യക്തിയിൽ ഇത് ഏത് രീതിയിലുള്ള മാറ്റമുണ്ടാക്കുമെന്നും നമുക്കാർക്കും പ്രവചിക്കാനേ പറ്റില്ല. നമ്മൾ പലരെക്കുറിച്ചിട്ടും വളരെ ഏറ്റവും മോശമായവനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നമ്മുടെ കൺമുന്നിൽ തന്നെ ഒരു വൈഷ്ണവ ശ്രേഷ്ഠനായിട്ട് മാറുന്നത്. എന്തുകൊണ്ടാണ്? നാമത്തിൻ്റെ ശക്തിയാണ്. അതാണ് അജാമിളോപാഖ്യാനത്തിലും ഈ ശ്ലോകം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം അവിടെ വരുന്നുണ്ട്. സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോപം ഹേളനമേവ വാ വൈകുണ്ഠനാമഗ്രഹണം അശേഷക ഹരം വിധു. അതായത് നമ്മൾ ഈ ഹരിനാമം എന്ന് പറയുന്നതിനെ വെറുതെ സാങ്കേത്യം, എന്തോ പറയണമല്ലോ എന്ന് വെച്ച് പറയുന്നു. പാരിഹാസ്യം, പരിഹസിച്ചുകൊണ്ട് പറയുന്നു. അല്ലെങ്കിൽ സ്തോഭം, അതായത് ഒരു ഗാനമേള പോലെ നിങ്ങൾ ഹരിനാമം പാടുന്നു എന്നിരിക്കുക. ഹേളനം, അവഹേളിക്കാൻ വേണ്ടി പാടി എന്നിരിക്കട്ടെ. ഇതെന്ത് തന്നെയായാലും വൈകുണ്ഠനാമഗ്രഹണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ, വൈകുണ്ഠ എന്ന വാക്കിന് ഭഗവാൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ വൈകുണ്ഠനാമഗ്രഹണം, ഭഗവത് നാമജപത്തിലൂടെ അശേഷ അഘ ഹരം, അതായത് എത്രയോ പാപം നിറഞ്ഞ ജീവിതത്തിൻ്റെ, ജന്മത്തിൻ്റെ ആ പാപഫലങ്ങളെ മുഴുവൻ ഹരിക്കുന്ന ഹരം വിധു. അത്രയ്ക്കധികം ശക്തിയുള്ളതാണ് ഈ ഹരിനാമം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ യവനന്മാരും പറയുന്നത്, ഇവരെ പരിഹസിക്കുവാനായിട്ട് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? പരിഹസിച്ച് ഞങ്ങൾ തന്നെ ഈ നാമം ഒരു ശീലമായി മാറിയിരിക്കുന്നു എന്ന്. ഇതുകൊണ്ടും കൂടിയാണ് നമ്മളോട് ആചാര്യന്മാർ പറയുന്നത്, ഇനിയിപ്പോൾ ഒരു പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയുമില്ല, അല്ലെങ്കിൽ നമുക്ക് പറയുമ്പോൾ അതിലൊരു രുചിയും തോന്നുന്നില്ല. എന്തിനോ വേണ്ടി ജപിക്കുന്നു, ആർക്കോ വേണ്ടി ജപിക്കുന്നു. എങ്ങനെയൊക്കെ ജപിച്ചാലും നാമം അത് നമ്മളെ രക്ഷിക്കും എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ ജപിച്ചാൽ മതി എന്നല്ല ഉദ്ദേശം. ഇങ്ങനെ ജപിക്കുന്നവർക്ക് പോലും എപ്രകാരം നാമം അവരെയെല്ലാം ആകർഷിക്കുന്നു എന്നുള്ളതാണ് ചാന്ദ് കാസിയുടെ ഈ അനുയായികളിൽ നിന്നും നമ്മൾ പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ ചാന്ദ് കാസി പറയുകയാണ്, ഇവർ മാത്രമല്ല പരാതി പറയുന്നത്, കുറേ പാഷണ്ഡികളായിട്ടുള്ള ഹിന്ദുക്കളും എന്നോട് വന്ന് പരാതി പറയുന്നുണ്ട്. എന്താണ്? അവർ പറയുന്നു, ഈ നിമായി പണ്ഡിതൻ ഹിന്ദുധർമ്മത്തെ തന്നെ അവഹേളിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു മന്ത്രമാണ് ഇയാൾ എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കുന്നത്. എങ്ങനെ? എല്ലാവരും കേട്ടിട്ടുള്ളത് ഹരേ രാമ എന്ന് തുടങ്ങുന്നത്,
മഹാപ്രഭു എല്ലാവരും പഠിപ്പിച്ചിരിക്കുന്നതാണ് ഹരേ കൃഷ്ണ എന്ന്. അതുകൊണ്ട് ഇവർ പറയുന്നു ഇത് ഞങ്ങൾ എവിടെയും കേട്ടിട്ടില്ല. മാത്രമല്ല ഞങ്ങൾ രാത്രി മുഴുവൻ ചണ്ഡിയെ പൂജിക്കുന്നു, അതിൽ പാട്ടുണ്ട്, നൃത്തമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇവർ ചെയ്യുന്നത് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കുട്ടിക്ക്, ഈ നിമായിക്ക് ഗയയിലേക്ക് പോകുന്നവർ ഒരു അസുഖവുമില്ലായിരുന്നു. ഗയയിൽ പോയിട്ട് തിരിച്ചു വന്നത് മുതലാണ് ഈ മൃദംഗം കൊട്ടി കരതാളവും കൊട്ടിയിട്ടുള്ള ഈ പാട്ടും ഭയങ്കരമായ ശബ്ദവും, അതായത് കേൾക്കുന്നവൻ്റെ ചെവി വരെ ഭേദിച്ചു പോകുന്ന രീതിയിലാണ് ഇവരുടെ ഈ പാട്ടും ചാട്ടവും എന്ന്. അപ്പോൾ ഇതെല്ലാം നമ്മളും പലപ്പോഴും പലയിടത്തും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും പുതിയതല്ല. മഹാപ്രഭുവിൻ്റെ കാലം മുതൽ തന്നെ ഇതിനെ അവഹേളിക്കുന്നവരും ഇതിനെക്കുറിച്ച് പരാതി പറയുന്നവരുമുണ്ട്. അങ്ങനെ എല്ലാവരെയും ഈ സങ്കീർത്തനത്തിലൂടെ ഈ നിമായി പണ്ഡിതൻ ഭ്രാന്തരാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇപ്പോൾ സ്വയം ഗൗരഹരി എന്ന് ഇയാൾ വിളിക്കുകയാണ്. മാത്രമല്ല ഭഗവത് ദിവ്യനാമത്തിൻ്റെ ശക്തി തന്നെ ഇല്ലാതാക്കുകയാണ് ഈ നിമായി പണ്ഡിതൻ. എന്തുകൊണ്ടാണ്? യാതൊരു യോഗ്യതയുമില്ലാത്തവരെല്ലാം ഇത് ജപിക്കുന്നു. അതുകൊണ്ട് ഈ നവദ്വീപം മുഴുവനും അതിൻ്റെ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളെല്ലാം ഇനി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെയെല്ലാം പറഞ്ഞ് അവർ ചാന്ദ് കാസിയോട് പോയിട്ട് പരാതി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കാസി, നിങ്ങൾ ഈ നിമായി പണ്ഡിതനെ ഇവിടെ നിന്നും പുറത്താക്കണം. മനസ്സിലായില്ലേ? അപ്പോഴാണ് കാസി പറഞ്ഞത്, നിങ്ങളെല്ലാവരും വീട്ടിൽ പൊക്കോ, നിമായി പണ്ഡിതന് എന്ത് വേണമെന്ന് എനിക്കറിയാം. അങ്ങനെ കാസി നിമായി പണ്ഡിതനോട് പറയുകയാണ്, ഹിന്ദുക്കളുടെ ദൈവം നാരായണനാണ് എന്നെനിക്കറിയാം, അങ്ങാണ് ആ നാരായണൻ എന്നും എനിക്കറിയാം. ഇത് എനിക്കെൻ്റെ മനസ്സിൽ തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഹാപ്രഭു കാസിയെ പയ്യെ ഇങ്ങനെ തൊട്ടുകൊണ്ട് പറയുകയാണ്, കൃഷ്ണൻ്റെ നാമം ഏതൊരു നിമിഷം അങ്ങയുടെ നാവിൽ നിന്നും വന്നുവോ അപ്പോൾ തന്നെ നിങ്ങളുടെ പാപമെല്ലാം ഇല്ലാതായിരിക്കുന്നു. മാത്രമല്ല ഹരി, കൃഷ്ണ, നാരായണ 3 നാമങ്ങളും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാനും പുണ്യവാനുമാണ്. ഇത് കേട്ട ഉടനെ തന്നെ കാസിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ കുടുകുടാന്നൊഴുകുകയാണ്. അയാൾ ഉടൻ തന്നെ മഹാപ്രഭുവിൻ്റെ 2 പാദങ്ങളെയും സ്പർശിച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ ദുരാഗ്രഹങ്ങളെല്ലാം അങ്ങ് കാരണമാണ് ഇല്ലാതായത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും എൻ്റെ ശ്രദ്ധ എപ്പോഴും അങ്ങയിലായിരിക്കണമെന്ന് മാത്രം എന്നെ അനുഗ്രഹിക്കണം. തുമാര പ്രസാദയ മോര ഗുച്ചിലെ കുമതി ഏ കൃപാ കര ഏന തുമാത്തെ രഘുഭക്തി. കാസി പറയുന്നു, എനിക്ക് എൻ്റെ കുമതി, അതായത് എൻ്റെ ദുർബുദ്ധി മുഴുവൻ നീങ്ങി, ഏയ് കൃപാകര, ഈ ഒരു കൃപ മാത്രം. എന്താണ്? ഏ തൊമാത്തെ രഘുഭക്തി, എപ്പോഴും അങ്ങയോടുള്ള ഭക്തി എനിക്കുണ്ടായിരിക്കണം എന്ന്. അപ്പോൾ മഹാപ്രഭു കാസിയോട് പറയുന്നു, എനിക്ക് ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ, ഒരിക്കലും നദിയയിൽ സങ്കീർത്തനം നിൽക്കുകയില്ല എന്നൊരു വാക്ക് തരണം. അപ്പോൾ കാസി പറയും, ഞാൻ മാത്രമല്ല ഇനി അങ്ങോട്ട് എൻ്റെ പിൻതലമുറക്കാർ ഒരാളും സങ്കീർത്തനത്തെ പ്രതിരോധിക്കുകയില്ല എന്നുള്ള വാക്ക് ഞാൻ തരുന്നുവെന്ന് പറയും. ഇത് കേട്ട് ഭഗവാൻ ഹരി 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 എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് പുറത്തുപോയി സങ്കീർത്തനം തുടർന്നു. കാസിയും പോയി. അപ്പോൾ കാസിയോട് ഭഗവാൻ പറയും, അങ്ങ് തിരിച്ച് വീട്ടിലേക്ക് പോയാലും. ഇതിൻ്റെ ഫലശ്രുതി എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന എല്ലാവരും എല്ലാ അപരാധങ്ങളിൽ നിന്നും മുക്തരാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൻ്റെ 226 ശ്ലോകം വരെ എത്തി. അതുകൊണ്ട് ഇന്നിവിടെ ഞാൻ ഈ അധ്യായം പകുതിയിൽ ഇവിടെ നിർത്തുകയാണ്. നമുക്കിതിനി അടുത്ത വാരം തുടരാം. ഹരേ കൃഷ്ണ.